തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ കാണിച്ചത്. ഈ അക്രമങ്ങളൊക്കെ നടത്തിയാൽ പ്രത്യേക സംരക്ഷണമുണ്ടോ? യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും ബാധകമല്ലേ? നിങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ വീഡിയോ എടുത്ത് പരിശോധിക്കൂ. ആ കുറ്റം വ്യക്തമല്ലേ? ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഇങ്ങനെ അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുക, വടിയും കല്ലുമൊക്കെ എടുത്ത് പോലീസിനെ ആക്രമിക്കുക, ക്രമസമാധാനം പാലിക്കാൻ മുന്നോട്ട് വരുന്ന പോലീസിനെ ബലം പ്രയോഗിച്ച് അക്രമം കാണിച്ച് അവരുടെ ക്രമസമാധാന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക, പൊതുവസ്തുക്കൾ നശിപ്പിക്കുക, വാഹനങ്ങൾ അടിച്ചുപൊളിക്കുക, ഗവൺമെൻറ് ഓഫീസുകൾ അടിച്ചുപൊളിക്കുക, ഇങ്ങനെയൊക്കെ നടത്തുമ്പോൾ അതിനെതിരായി പോലീസിന് കേസെടുക്കേണ്ടി വരും, നിയമപരമായ നടപടിയെടുക്കേണ്ടി വരും. ആര് നടത്തിയാലും അക്രമത്തിനെതിരെ നടപടിയെടുക്കേണ്ടി വരും. അത് ആളെ നോക്കിയിട്ടല്ല, അവർ ചെയ്ത കുറ്റം നോക്കിയിട്ടാണ് പോലീസ് നടപടി. ആ നടപടിയുടെ ഭാഗമായിട്ടുള്ള കേസുകളുണ്ടാകും, നടപടി ഉണ്ടാകും. അതാണ് പോലീസ് ക്രമസമാധാന രംഗത്ത് നടത്തേണ്ടത്. അത്ര മാത്രമേ കേരള പോലീസ് ചെയ്തിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെയും CPM പിണറായി വിജയനെ അടക്കം പ്രകീർത്തിക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ്താവന അത്ര ഗൗരവത്തോടുകൂടി കാണേണ്ടതുണ്ടോ? കേരള മുഖ്യമന്ത്രിയെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭരണപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് പോലെയാണോ തിരുവനന്തപുരം നിലവിലുള്ള MP തെരഞ്ഞെടുപ്പിലൊരു സ്ഥാനാർത്ഥി ആ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചാണ് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് പറയുന്നത് ശശി തരൂരിനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ലെന്നാണ്. അതാണ് പ്രശ്നം. അതിൻ്റെ അർത്ഥം എന്താണ്? അതിപ്പോൾ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് BJPക്കകത്തുള്ളൊരു നിലപാട് പ്രകടമാക്കിയെന്നല്ലേ ധരിക്കേണ്ടത്. ഇതിനെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് BJPക്ക് വേണ്ടിയിട്ടുള്ള കോൺഗ്രസ് BJP ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ല, അക്രമികൾക്ക് നേരെ നടപടിയെടുത്താൽ ആ നടപടിയോട് യോജിക്കുകയാണ് സമാധാന പ്രേമികൾ, രാജ്യത്തെ ക്രമസമാധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ നിർവഹിക്കേണ്ടത്. അങ്ങനെ ക്രമസമാധാനം തകർക്കാനും അക്രമം നടത്താനുമായി പുറപ്പെട്ടിരിക്കുന്ന ആളുകൾ എല്ലാ ജില്ലയിലും കുറേശ്ശെ യൂത്ത് കോൺഗ്രസ്സുകാരുണ്ടാവും. അവരെ ഒന്നും അക്രമത്തിന് പ്രേരിപ്പിക്കരുത്. അക്രമത്തിന് പ്രേരിപ്പിച്ചാൽ പോലീസ് ശക്തമായ നടപടിയെടുക്കൂ. അതൊന്നും മനസ്സിലാക്കാതെ അക്രമങ്ങളുടെ ഭാഗത്തേക്ക് നീങ്ങിയാൽ പോലീസ് നോക്കി നിൽക്കില്ല എന്ന് അവർ മനസ്സിലാക്കുന്നത് നല്ലത്. ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കേട്ട് അക്രമ പ്രവർത്തനങ്ങളിലേക്ക് പോയി അതിൻ്റെ പേരിൽ കേസും അതിൻ്റെ പേരിൽ നടപടികളും അനുഭവിക്കേണ്ടി വരും എന്ന് അതിൽ പങ്കെടുക്കുന്നവർ മനസ്സിലാക്കിയാൽ നല്ലതാണ്. ഈ രാഹുലിന്റെ അറസ്റ്റിൽ കോൺഗ്രസിന്റെ ആരോപണം അത് അറസ്റ്റ് ചെയ്ത രീതിയിലാണ്. രാവിലെ വീട്ടിൽ കയറി തീവ്രവാദികളെ കൈകാര്യം ചെയ്യുന്ന പോലെ അറസ്റ്റ് ചെയ്തു എന്നാണ് കെ സുധാകരനൊക്കെ പറയുന്നത്. തീവ്രവാദികളായി അവർ തന്നെ കാണുന്നുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ് തന്നെ രാഹുൽ മാക്കൂട്ടത്തെ തീവ്രവാദിയുടെ പട്ടികയിൽപ്പെടുത്തിയിട്ടാണ് അറസ്റ്റ് ചെയ്തതെന്ന് അവർ തന്നെ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് വിരോധമില്ല. പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഭരണപക്ഷ MLA ഒരു SI കൈയേറ്റം ചെയ്തിട്ട് ആഴ്ച ഒന്നാവും. ACP നൽകിയൊരു പ്രാഥമിക റിപ്പോർട്ടിനപ്പുറത്തേക്ക് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടില്ല അതിൻ്റെ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന്. ഞാനത് സംബന്ധിച്ച് നേരത്തെ തന്നെ ആ കാര്യങ്ങളെല്ലാം വിശദമായി മനസ്സിലാക്കി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ SIക്ക് ഗുരുതരമായി വീഴ്ച പറ്റി. കണ്ണൂർ കലക്ട്രേറ്റിൻ്റെ മുമ്പിൽ ഒരു നേഴ്സിംഗ് ജീവനക്കാരുടെ സമരം നടക്കുന്നു. അവർ ജാഥയായിട്ട് വരുന്നു. അവർ ജാഥ പുറപ്പെടുന്ന സ്ഥലത്ത് തന്നെ പോലീസ് റിപ്പോർട്ട് കൊടുക്കും. അവരെവിടെ എത്തി എന്നുള്ള റിപ്പോർട്ട് കൊടുക്കും. അവർ കലക്ട്രേറ്റിന് മുമ്പിലേക്ക് എത്തുന്നു. ജാഥ നേഴ്സിംഗ് യൂണിയൻ്റെ നേതാക്കന്മാർ, നേഴ്സുമാർ മാത്രമേ ഇതിലുള്ളൂ. അവർ ഗേറ്റിലേക്ക് എത്തുമ്പോൾ ഗേറ്റുകൾ തുറന്നു വെച്ചിരിക്കുന്നു. അവരിങ്ങനെ സ്ഥിരമായി സമരം നടത്തി പരിചയമുള്ളവരൊന്നുമല്ല. അവർ ഗേറ്റ് തുറന്നപ്പോൾ അവർ ധാരാളം ഈ കലക്ട്രേറ്റിനകത്തേക്കാണ് പോകേണ്ടത് ജാഥ. അവർ നേരെ ഈ ഗേറ്റ് തുറന്ന് കിടക്കുന്നു. അവർ നേരെ അകത്തോട്ട് കടന്നു. അവരകത്ത് കടന്ന് അവിടെ അപ്പോൾ അവർക്ക് തന്നെ ഒരു ശങ്കയിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് വിജിൻ MLA അവിടെ എത്തുന്നത്.
അദ്ദേഹം അവിടെ എത്തുമ്പോൾ ഇവർ കുറച്ച് പേരെല്ലാം അകത്ത് കാണുന്നുണ്ട്. ഉടനെ അദ്ദേഹം അകത്ത് ചെന്നിട്ട് അവരോട് പറഞ്ഞു, ഈ ഞങ്ങൾ അകത്ത് വേണ്ട, പുറത്തേ സമരം ചെയ്യാൻ പാടുള്ളൂ. അവരെല്ലാം പുറത്തോട്ടാക്കുമ്പോഴാണ് അവിടുത്തെ SI വരുന്നത്. അദ്ദേഹം വന്ന ഉടനെ തന്നെ ഈ വിജിൻ്റെ കൈവശമുള്ള മൈക്ക് തട്ടിപ്പറിക്കാൻ പറയുന്നു. വിജിൻ്റെ പേര് പോയി ചോദിക്കുന്നു. എന്ത് അഹങ്കാരവും ധിക്കാരവുമാണ്! കലക്ട്രേറ്റിൻ്റെ മുമ്പിൽ നേഴ്സിംഗ് ജീവനക്കാരുടെ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് വിജിനാണ് എന്നുള്ളത് പ്രസിദ്ധീകരിച്ചതാണ്. പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളിങ്ങനെ ഒരു സമരം നടത്തുന്നുണ്ട് എന്ന കാര്യം അവരെഴുതി കൊടുത്തതാണ്. ഇതെല്ലാം ഉണ്ടായിട്ടും അവിടെ ചെന്ന് നടത്തിയിട്ടുള്ളത് ബോധപൂർവമുണ്ടാക്കിയതാണ്. ആ SI അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഒരു തരത്തിലും ശരിയല്ല. വല്ലാത്ത തരത്തിൽ പ്രകോപനപരമായിട്ടാണ് വിജയനോട് പെരുമാറുന്നത്. ഒരു MLA യോടൊന്നും അങ്ങനെ പെരുമാറാൻ പാടില്ലാത്തതാണ്. അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ തിരക്കേടില്ല. അയാൾ ആരെയും അടിക്കാനും പിടിക്കാനൊന്നും പോയില്ലല്ലോ. മൈക്കെടുത്ത് പ്രസംഗിക്കാനല്ലേ പോകുന്നത്. അപ്പോൾ അത് ശക്തമായ നടപടി വേണ്ടതാണ്. ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും പോലീസ് അതിന് നടപടിക്രമം അനുസരിച്ച്, ഞാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ടൊന്നും പോലീസിന് നടപടി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അന്വേഷണം നടത്തി ഫലപ്രദമായ നടപടി പോലീസ് സ്വീകരിക്കും എന്ന് തന്നെയാണ്. കാരണം അത് എല്ലാറ്റിനോടും, തെറ്റ് ചെയ്യുന്നതിനോട് ഒരേ സമീപനം തന്നെയാണ് പോലീസിന്. ഉദ്യോഗസ്ഥൻ തെറ്റ് ചെയ്താൽ ആ തെറ്റിന് തീർച്ചയായും അതിന് ആ കുറ്റത്തിന് ശിക്ഷ കൊടുക്കേണ്ടതാണ്. തീർച്ചയായും നടപടി ഉണ്ടാകും. അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പോലും ACP ഇതുവരെ കമ്മീഷണർക്ക് കൈമാറിയിട്ടില്ല. അതെല്ലാം പോലീസ് അവരുടെ കാര്യങ്ങളില്ല. അതൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഈ പറഞ്ഞ പോലെ തന്നെ ദൃശ്യത്തിൽ നിന്ന് വ്യക്തമാണ് ആ നടപടി എന്താണ്. ജയരായിട്ട് നടക്കുന്ന ദൃശ്യത്തിൽ കണ്ടയാളുടെ കാര്യങ്ങൾ. എന്നിട്ട് ഈ ഒരാഴ്ച പിന്നിട്ടും ACP ചുമതലപ്പെടുത്തി കമ്മീഷണർ DGP ആണ് റിപ്പോർട്ട് ആദ്യം ആവശ്യപ്പെട്ടത്. ACP പറഞ്ഞ പോലെ തന്നെ റിപ്പോർട്ട് പോലും ഇതുവരെ സമർപ്പിച്ചില്ല. അപ്പോൾ അതിനൊരു കാലാവസ്ഥയുടെ ആവശ്യമുണ്ടോ ഇത്രയും സംഭവം നടക്കുന്നത്? അല്ല, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആ നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗത്തിൽ, കാരണം ഇതിൽ കുറ്റമറ്റ നിലയിൽ വേണം ഓരോ നടപടി സ്വീകരിക്കാൻ. കുറ്റമറ്റ നിലയിൽ നടപടി സ്വീകരിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് സമയമെടുത്തേക്കും. പോലീസ് കുറ്റമറ്റ നിലയിൽ തന്നെ നടപടി സ്വീകരിക്കും. മുഖ്യമന്ത്രി സ്തുതിച്ചുകൊണ്ടുള്ള ഗാനത്തിൽ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, ഈ എത്ര സ്തുതികൾ അത് ആസ്വദിക്കണോ അതോ അതിനെ തള്ളണം, എന്താണ് അതിൻ്റെ നിലപാട്? ഞാൻ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നോക്കുക. ഇത് ഒരു പുതിയ സ്ഥിതിയാണ്. ഏതെല്ലാം നേതാക്കന്മാരെക്കുറിച്ച്, ഏതെല്ലാം രംഗത്തെ പ്രതിഭകളെക്കുറിച്ച്, ഏതെല്ലാം രംഗത്തെ കലാകാരന്മാരെക്കുറിച്ച്, സിനിമാക്കാരെക്കുറിച്ച്, എഴുത്തുകാരെക്കുറിച്ച്, രാഷ്ട്രീയക്കാരെക്കുറിച്ചൊക്കെ ഇവിടെ പാട്ടുകളും ഗാനങ്ങളും ഒക്കെ ഉണ്ട്. ഇന്ന് നിങ്ങൾ നോക്ക്, പല വീടുകളിലും ചെന്നാൽ മഹാത്മജിയുടെ പടം കാണാം, EMSൻ്റെ പടം കാണാം, AKGയുടെ പടം കാണാം. ഇത്തരത്തിലുള്ള നേതാക്കൾ, ഇപ്പോൾ അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, നമ്മൾ കുറച്ചും കൂടി തെക്കോട്ടൊക്കെ പോയ മന്നത്ത് പത്മനാഭൻ, ഇവരുടെയൊക്കെ പടം കാണാം, ഇപ്പോഴും കാണാൻ സാധിക്കും. അതെല്ലാം അവർക്കുള്ള ചില ആരാധനയുടെ ഭാഗമായി, വ്യക്തിഗതമായിട്ടുള്ള ആരാധനയും സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ജനതയുണ്ട്. ആ ജനതക്കിടയിൽ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പലരോടും സ്നേഹവും ബഹുമാനവും ആദരവും ഉണ്ടാകും. അതിൻ്റെ ഫലമായിട്ട് ചിലർ കവിത എഴുതും, ചിലർ പാട്ട് എഴുതും, ചിലർ പാട്ട് പാടും, ചിലർ നാടകം എഴുതും, ചിലർ സിനിമയാക്കും. ഇതുപോലെ ഒരുപാട് കലാസൃഷ്ടികൾ നടത്തും. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ മുൻപുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അത്തരത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിനെ പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നു? ഒരു കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് നേരെ വന്നു എന്നുള്ളത് എടുത്തു വെച്ചുകൊണ്ട് CPMന് നേരെ എങ്ങനെയാണ് അത് തിരിച്ചുവിടാൻ കഴിയുക എന്നുള്ള നിലയിൽ ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു വിവാദത്തിലേക്ക് പ്രശ്നങ്ങൾ പോയത്. ഈ കമ്മ്യൂണിസ്റ്റ്